എപ്പോഴും വിചാരിക്കും ഫ്രിഡ്ജൊന്ന് ക്ലീനാക്കി അപ്പോഴാണെന്നുണ്ടെങ്കിൽ അടുക്കളപ്പണി കഴിഞ്ഞിട്ട് പിന്നെ അതിന് നിൽക്കാൻ ടൈമും കിട്ടില്ല. കാലാണെന്നുണ്ടെങ്കിൽ കടഞ്ഞിട്ട് നിൽക്കൂല വെരിക്കോസ് ഉള്ളതുകൊണ്ട്. ഇന്ന് പിന്നെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒന്ന് നിന്നതാണ് കേട്ടോ ഈ പണിക്ക്. എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബ്ലി ടേക്ക് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ആക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് കുറച്ചായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ട് കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും ഉള്ളതൊന്ന് ക്ലീൻ ആക്കി എടുക്കണമെന്ന് എപ്പോഴും വിചാരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് തുടക്കലും തന്നെ ഡൈനിങ് ഹാൾ വരെ എന്നിട്ടാണ് ഈ പണി ചെയ്യുന്നത്. മറ്റേത് തുടക്കലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നിട്ടുണ്ടെന്നില്ല, കൂടുതൽ ചളിയൊന്നും ഉള്ളത് ഇല്ലെങ്കിലും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തുടച്ചിട്ട് കാണുമ്പോൾ അതൊരു വൃത്തി വേറെ തന്നെ അല്ലേ. അഥവാ ഒന്ന് അടിക്കാനോ തുടക്കാനോ നേരം വൈകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ആരെങ്കിലും പെട്ടെന്ന് വരില്ല. അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ എപ്പോഴും എൻ്റെ അടുക്കള പണി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വക പണികളൊക്കെ ചെയ്ത് തീർക്കും. പിന്നെ അതിൻ്റെ ഇടയിലൂടെ തന്നെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളത് ഇട്ടിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്ട്രാ പണികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കല്ലിൽ അലക്കിയിട്ട് ആ ടൈമും കൂടി പോകില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അലക്കാനുള്ള വാഷിംഗ് മെഷീനിൽ ഇട്ടാണ്. അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ നല്ല വെള്ളത്തിൽ ഒലമ്പതിന് ശേഷം അയലും ഉണക്കാനിടുകയാണ്. അപ്പോൾ ഒന്ന് മെഷീനിലിട്ടിട്ടൊന്നും ഉണക്കണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കിടന്നോളൂ എന്ന് വിചാരിച്ചു. പിന്നെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ ആക്കത്തിന് ഉണങ്ങിയാലും മതിയല്ലോ. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ കല്ലിൽ അലക്കും, എന്നിട്ട് വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഉണക്കും. നല്ല മഴയാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണക്കാനിടും. അങ്ങനത്തെ ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് അതിന് ശേഷം ഈ ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം ക്ലീൻ ആക്കി എടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഏതായാലും നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നില്ലേ, കാണുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമായിട്ട് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അങ്ങനത്തെ അതൊക്കെ കഴുകൽ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ലോണം ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഞാൻ എപ്പോൾ ഫ്രിഡ്ജ് നേരെയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിബിലിമോനും ഫിലിമോളും ഇല്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ഫ്രിഡ്ജ് ക്ലീൻ ആക്കുക. എന്താണെന്ന് വെച്ചാൽ എങ്ങനെയായാലും ഇവിടെയൊക്കെ ക്ലീൻ ആക്കുമ്പോൾ വെള്ളം വീഴും. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളവും ഈ സോപ്പും അതൊക്കെ പിന്നെ അകത്തോട്ട് പോകും. അപ്പോൾ അവരില്ലാത്ത ദിവസം നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ആക്കാറ്. നമ്മൾ ഒറ്റക്കാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രിഡ്ജ് ക്ലീൻ ആക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ പോലൊക്കെ തോന്നിട്ടാ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കണ്ടെത്തി ചെയ്യും. ഫ്രിഡ്ജൊക്കെ നമ്മൾ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന പണിയേ ഉള്ളൂ അല്ലേ. അവിടെ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരാവുന്ന പണിയല്ലേ ഉള്ളൂ. പിന്നെ എന്താ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലേസിങ്ങും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കാണാനല്ലേ. പിന്നെ നമ്മൾ സാധനം അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് എടുക്കലും ഒക്കെ ആകുമ്പോൾ എങ്ങനെയായാലും ചെറിയ കച്ചറകളൊക്കെ എങ്ങനെ ആയാലും ഉണ്ടാവില്ലേ. പിന്നെ നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കുന്ന പോലെ തന്നെ ഇല്ല ഇതും ഇടക്കിടക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ തേച്ച് കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു തുണി എടുത്ത് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാറ് ഞാൻ ഒന്നും കൂടെ ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ വെക്കാറ്. ആ സ്പോട്ടിൽ തന്നെ ഞാൻ വെക്കാറില്ല. അങ്ങനെ കണ്ടില്ല ഫ്രിഡ്ജ് നല്ല കുട്ടപ്പനായി ക്ലീൻ ആക്കി എടുത്തു. പിന്നെ അതിൻ്റെ പുറം ഭാഗം കൂടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പുറം ഭാഗത്ത് പിന്നെ പൊടികളൊക്കെ ഉണ്ടാവൂലേ, അത് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് തുടക്കാറുള്ളതാണ് കേട്ടോ. എങ്ങനെ ആയാലും ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗം തുറക്കുമ്പോൾ പുറം ഭാഗം കൂടി തുറക്കുന്നത് നല്ലതല്ലേ. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കണമെന്ന് വിചാരിച്ചപ്പോഴേ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിലൊക്കെ നല്ലോണം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലിഞ്ഞു പോവട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഓഫാക്കി ഇട്ടതായിരുന്നു. പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നല്ലോണം മെൽറ്റായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എളുപ്പമായും ചെയ്ത് അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണി ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നിലത്തൊക്കെ ആകെ വെള്ളമാവും ചെയ്യൂട്ടെ. പിന്നെ ഇതിൻ്റെ പുറത്തൊരു ബോക്സ് ഉണ്ടല്ലോ അതിലത്തെ വെള്ളം എനിക്ക് എടുക്കാൻ കഴിയില്ല കേട്ടോ. അത് ഊരാനും കിട്ടൂല ആ ബോക്സിലത്തെ വേസ്റ്റ് വെള്ളം. ഷിബിലിമോന് എപ്പോഴും ചെറിയ പൈപ്പും കൊണ്ട് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ അത് അങ്ങനെ പോരും. അങ്ങനെ ഫ്രിഡ്ജൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടുകൊണ്ട് ഞാനിത് അതിൻ്റെ ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. ഞാൻ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ പേപ്പറോ മറ്റെന്തെങ്കിലും ഒന്നും വിരിക്കാറൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ വിരിച്ചിന് പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടോ. ഇപ്പോൾ പിന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊന്നുമില്ല, നമ്മൾ ഒറ്റക്കല്ലേ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ അതെല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളപ്പണികളും അലക്കളും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പിന്നെ ഫ്രിഡ്ജ് നേരാക്കിയിട്ട് നേരെ അങ്ങോട്ട് രണ്ടടുക്കളയും തുടച്ച് കഴിഞ്ഞാൽ പിന്നെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എങ്ങനെ ആക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ട് കേട്ടോ വോയിസ് വിടുന്നു. അപ്പോൾ അങ്കലവാടിയിൽ നിന്നും അടുത്തുള്ള പള്ളിയിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. എന്തെങ്കിലും സൗണ്ട് നമ്മുടെ വീഡിയോസിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ.
നമ്മുടെ ഫ്രിഡ്ജിൽ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. ചില സമയത്ത് നല്ലോണം ഉണ്ടാവും, ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥ ആയിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൽ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് പിന്നെ ഇഷ്ടം പോലെ വെള്ളം വെക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ തണുപ്പായതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പിന്നെ രണ്ട് കുപ്പി മാത്രമേ വെക്കാറുള്ളൂ. വേനൽക്കാലത്ത് എത്ര തണുപ്പുള്ള വെള്ളം വെച്ചാലും കുടിച്ചാലും പൂതി തീരൂലല്ലേ. അങ്ങനത്തെ ഏകദേശം സാധനങ്ങളൊക്കെ ആ സ്പോട്ടിൽ തന്നെ ആക്കിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കാല് കടഞ്ഞിട്ട് വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ തുടച്ചതിന് ശേഷമാണ് വെക്കുന്നത്. അങ്ങനെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് പരക്കൂലേ, അത് പിന്നെ സ്വാഭാവികമല്ലേ. എൻ്റെ പൊന്നെ, ഞാൻ ഈ വോയിസ് എങ്ങനെ മുഴുവനാക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസ് ഇടാൻ നിന്നപ്പോഴേക്കും എനിക്കങ്ങനെ ഉറക്കം വന്നിട്ട് ഫോൺ അങ്ങനെ ബെഡിലേക്ക് വീഴാണ്. എങ്ങനെയാണ് വോയിസ് മുഴുവനാക്കാന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാനൊരു 10 മിനിറ്റ് കൊടുക്കൂട്ടാ, അതിലപ്പുറമൊന്നും വേണ്ട. ഒന്ന് കണ്ണ് ചിമ്മിയാൽ മതി കേട്ടോ ആ ഉറങ്ങി എന്നുള്ളൊരു പേരിന്. എന്നിട്ട് പിന്നെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും വോയിസ് ഇടുന്നത്. അങ്ങനെ മുട്ടി തട്ടിയിട്ട് ഞങ്ങൾ ഫ്രിഡ്ജ് ക്ലീനാക്കലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജ് ഓണാക്കി. അതിന് ശേഷം ഈ 2 അടുക്കളയും കൂടി തുടക്കാനുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഒന്ന് തുടച്ചെടുക്കാനേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജ് ഓഫ് ആക്കിയിട്ടിരുന്നില്ലേ. അപ്പോൾ ഇവിടെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ ഏതായാലും തുടക്കാൻ നിൽക്കല്ലേ, അപ്പോൾ ഒന്നിച്ച് തുടച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ 2-3-4 ദിവസമായിട്ട് നല്ലോണം മഴയില്ലല്ലേ. ആ മഴയൊക്കെ എങ്ങോട്ടോ പോയി എന്ന് തന്നെ അറിയൂലല്ലേ. നമ്മളിവിടെ മഴക്ക് കുറച്ച് കുറവുള്ളൂ അല്ലേ. മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടല്ലേ. മഴക്ക് മഴ വേണം, വെയിലിന് വെയിലും വേണമല്ലേ. എന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മഴ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറവാകും. അപ്പോൾ പിന്നെ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ കഥ പറയേണ്ടി വരില്ലോ അല്ലേ. എല്ലാ പ്രാവശ്യത്തേക്കാളും മഴ ഈ വർഷം ഇല്ലേന്ന് നമുക്കല്ലേ. അങ്ങനത്തെ അൽഹംദുലില്ലാ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനാക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. തുടപ്പുകളൊക്കെ ഒന്ന് അലക്ക കല്ലുമെന്ന് വിചാരിച്ച് വന്നുകൊണ്ട് നോക്കിയപ്പോൾ ഉള്ള അത്ഭുതകരമായ കാഴ്ച കേട്ടോ കണ്ടത്. കണ്ടില്ലേ മയിൽ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവാറുള്ളതാണ് കേട്ടോ ഈ മയിൽ. ഈ ഒരൊറ്റ മയിലാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറ്. ഇത് ഈ മഴക്കാറുള്ള ടൈമിലൊക്കെ ഇങ്ങനെ നടക്കും. ഇവിടെ എല്ലാവരും വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത് തിന്നാനൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. ചില സമയത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലും നമ്മുടെ അടുത്തുള്ള വീടിൻ്റെ മുകളിലൊക്കെ അങ്ങനെ നടക്കുന്ന കേട്ടോ. നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ പാറലായിരിക്കും. കുട്ടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ ഓടിട്ട് അപ്പോഴൊക്കെ പിന്നെ അത് പറന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.